ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്ക് വേണ്ടി 5ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ, ജീവൻ തുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന് ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും. മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോക്ടർ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്. യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദനശേഷിയും നാടിൻ്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900-ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ ഒരു എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ നാവികസേനയുടെ 6ാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100ലേറെ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ഉലഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3ാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA-യുമായി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി K മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.